തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലത്തിലേക്കാണ് ഇനി പോകുന്നത്. ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് LDF സ്ഥാനാർത്ഥി DK മുരളി പറയുന്നത്. അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ഇപ്പോൾ ഉള്ളത് വാമനപുരത്തിന്റെ ചുവന്ന മണ്ണിലാണ്. എന്നോടൊപ്പമുള്ളത് ഇവിടുത്തെ സിറ്റിംഗ് MLAയും LDFന്റെ കരുത്തനായ സാരഥിയുമായ DK മുരളിയാണ്. ഇത്തവണ ഹാട്രിക് അടിക്കുമോ? തീർച്ചയായിട്ടും ഇത്തവണയും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട്. DK ഓക്കെ ആണെന്നാണ് ആപ്തവാക്യം. ഈ ജനങ്ങളെല്ലാം താങ്കൾക്ക് പിന്നിലുണ്ട്. പാർട്ടിയുടെ ആ ഒരു പ്രതീക്ഷ ഇത്തവണയും കാക്കാൻ സാധിക്കുമെന്ന് തന്നെയല്ലേ കരുതുന്നത്? നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. കാരണം അതിനുവേണ്ടിയുള്ള കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഈ ഗവൺമെൻറ് നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിനോടൊക്കെ അനുകൂലമായി തന്നെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ജനങ്ങളുടെ പ്രതികരണവും നല്ല രൂപത്തിലാണ്. ഇടതുമുന്നണിയുടെ പൊന്നാപുരം കോട്ടയാണ് ഈ വാമനപുരം നിയോജക മണ്ഡലം എന്നുള്ളത്. കോൺഗ്രസിന് അതുപോലെ തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അവരുടെ കരുത്തുറ്റ യുവ നേതാവായിട്ടുള്ള സുധീർ ഷാ പാലോടിനെയാണ് ഇത്തവണ കളത്തിലിറക്കിയിട്ടുള്ളത്. ഇവിടുത്തെ മത്സരം എങ്ങനെയായിരിക്കും എന്നാണ് വിലയിരുത്തുന്നത്? കേരളത്തിൽ കോൺഗ്രസിന് തൂത്തുവാരി ജയിച്ച സന്ദർഭത്തിൽ പോലും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന മണ്ഡലമാണത്. പലരെയും ഇറക്കി പരീക്ഷിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഇവിടെ മത്സരിക്കാനുള്ള അടിത്തറയെല്ലാം ഉണ്ട്, ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ ഞങ്ങളെ ജയിക്കുകയുള്ളൂ. അത് ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ ജനങ്ങൾ എല്ലാ കാലത്തും ഇടതുപക്ഷം നടത്തിയ നല്ല പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന സ്വഭാവക്കാരാണ്. അത് ഇത്തവണയും സംഭവിക്കും. 10 വർഷമായി താങ്കൾ ജനങ്ങൾക്കൊപ്പമുണ്ട്. ഇനി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും ജനങ്ങൾക്ക് വേണ്ടി ആദ്യം ചെയ്യും? ഇവിടെ നടത്ത വികസന പ്രവർത്തനങ്ങൾ ചിലതൊക്കെ പൂർത്തീകരിക്കാനുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കുന്നതിന് പ്രയോറിറ്റി കൊടുക്കും. ചില പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും ചെയ്യും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ MLA എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് അനുഭവ സമ്പത്ത് ഇനി കൂടുതൽ മുന്നോട്ട് പോകാൻ എനിക്ക് കരുത്ത് പകരും. ജനങ്ങളുടെ പിന്തുണയും നല്ല രൂപത്തിൽ ഈ മണ്ഡലം തന്നിട്ടുണ്ട്. അതിൻ്റെ പിൻബലത്തിൽ നല്ല രൂപത്തിൽ തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളൊരു പ്രകടന പത്രിക വെച്ചിട്ടാണ് മത്സരിക്കുന്നത്. അതിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ പോകും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. വളരെ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് DK മുരളിക്കുള്ളത്. ക്യാമറാമാൻ സുരേഷിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.